ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയിൻ ഡ്രോപ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജസ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പറയാൻ പോകുന്ന ടോപ്പിക്കാണ് കൂളംസ് ലോ. പൊതുവായിട്ട് ഈ കൂളംസ് ലോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇലക്ട്രോണും തമ്മിൽ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സ്. പ്രോട്ടോണും തമ്മിൽ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സ്. അതിന് കാരണം എന്താ? ലൈക്ക് ചാർജസ് റിപ്പൾസീവാണ് കാണിക്കുക. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ളത് എന്താ ഉണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം അൺലൈക്ക് ചാർജസ് ആർ അട്രാക്ഷൻ ടു ഈച്ച് അതർ. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ കൂളംസ് ലോ ഉപയോഗിക്കുന്നത്. കൂളം മെഷർ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. കൂളംസ് മെഷർ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഓക്കെ, ഈ ഒരു മീഡിയത്തിൽ 2 ചാർജ് ഉണ്ട്. അതിന് Q1 Q2 എന്നും പേര് കൊടുക്കാം. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുക സ്മോൾ r. ഇനി അക്കോർഡിംഗ് ടു കൂളംസ് ലോ, പ്രൊഡക്റ്റ് ഓഫ് ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചാർജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസും. അപ്പോൾ എങ്ങനെ വരിക? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ കൂളംസ് ലോൻ്റെ ബേസിലാക്കി നമ്മൾ എങ്ങനെ പറയുക? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2ഉം എഫ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയറും. അതായത് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചാർജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ സൈനില്ലേ, എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുക? മാത്തമാറ്റിക്കലി ഒരു കോൺസ്റ്റന്റ് നൽകുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ വരിക? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ കെൻ്റെ പേരെന്താ? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ കെന് നമുക്ക് കൂളംസ് കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കെ അല്ലേ, ആ കെയുടെ വാല്യൂ പറഞ്ഞാൽ 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ. ഇതെങ്ങനെ നമുക്ക് കിട്ടിയേ? കെൻ്റെ ശരിക്കുള്ളത് 1/4πε0 എന്നാണ്. ഇവിടുത്തെ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ε0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്കാണ്. ഓക്കെ, ഈ കെൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പോൾ 1/4πε0 എന്ന്, അത് എഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏത് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതിൽ ഈ കെൻ്റെ വാല്യൂ 1/4πε0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇത് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ നമ്മൾ വാക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മറ്റൊരു മീഡിയത്തേക്കാണെങ്കിൽ ഇക്വേഷൻ മാറും. അതെന്തായിട്ട് വരും? എഫ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ വാക്കത്തിലാണെങ്കിൽ ε0 എന്നും മറ്റൊരു മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ എന്നാണ് ഇക്വേഷനിൽ വരിക. ഇനി നമ്മൾ ഈ 2 ഇക്വേഷനും കൂടിയിട്ട് ഡിവൈഡ് ചെയ്യാണ്, അതായത് ഇക്വേഷൻ 1 / 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൽ കുറേ ക്യാൻസലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എന്താ കിട്ടുക? F1/F2 ഈക്വൽ ടു ε/ε0. ഈ ε/ε0 എന്താണ്? എപ്സിലോൺ ആറിന് ഈക്വൽ ആണ്. ഈ എപ്സിലോൺ ആറ് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഈ എപ്സിലോൺ ആർ കെക്ക് ഈക്വൽ ആണ്. പക്ഷേ ഇവിടുത്തെ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഒരു കെനെ കുറിച്ച് പഠിച്ചു. അതെവിടെയായിരുന്നു? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1Q2/R². ആ കെ എന്തായിരുന്നു? കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. പക്ഷെ ഇവിടെയല്ല, അതായത് എപ്സിലോൺ ആർ ഈക്വൽ ടു കെ എന്നില്ലേ, ഈ കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കെയുടേത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചാർജ് Q പോസിറ്റീവ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ Q പോസിറ്റീവ് ചാർജ് അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വേറൊരു ചാർജ് Q1 ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം Q1-ൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഫുള്ളി ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും. ആ സീനിയേഴ്സിൻ്റെ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ജൂനിയേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊതുവേ സീനിയേഴ്സ് ഭരിക്കുന്ന ഒരു ഏരിയയിലേക്ക് ജൂനിയേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ, അതുതന്നെയാണ്. അതായത് ഒരു Q പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക. ആ Q പോസിറ്റീവ് ചാർജ് അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വേറൊരു ചാർജ് Q1 ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം Q1-ൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഏരിയ ഓർ റീജിയൻ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ചാർജ്, ആൻഡ് whenever another charge comes into that region it will experience a force. അപ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഏരിയ ഓർ റീജിയൻ ദാറ്റ് ക്രിയേറ്റഡ് ബൈ എ ചാർജ്, and whenever another charge comes into that region it will experience a force. Okay, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നുള്ള ആ ഡെഫിനിഷനിൽ നമുക്ക് എന്ത് ഇക്വേഷനാണ് കിട്ടുക? ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. അതായത് ഫോഴ്സിന് എഫ് എന്നും ചാർജിന് Q എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺ പെർ കൂളാണ്. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഈ ചാർജിന് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ടാവും. അതായത് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ആ ചാർജിന് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ടാവും. ഒന്ന് സോഴ്സ് ചാർജും രണ്ടാമത്തെ ടെസ്റ്റ് ചാർജും. ഇനി എന്താണ് സോഴ്സ് ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. സോഴ്സ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ചാർജ് എന്താ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് എന്തുള്ളത്? ടെസ്റ്റ് ചാർജ് ഉള്ളത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള Q പോസിറ്റീവും അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിനിതിൽ Q1 ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിൽ ആ Q പോസിറ്റീവാണ് എന്ത്? സോഴ്സ് ചാർജ്. Q1 ആണ് ടെസ്റ്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഏരിയ ഓർ റീജിയൻ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ചാർജ്, and whenever another charge comes into that region it will experience a force. And equation is equal to force by charge, unit ന്യൂട്ടൺ കൂളം. പിന്നെ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. രണ്ട് ചാർജ് ഉണ്ടാവും, സോഴ്സ് ചാർജ് ആൻഡ് ടെസ്റ്റ് ചാർജ്. Q പോസിറ്റീവ് ചാർജ് അതായത് സോഴ്സ് ചാർജ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ആയിരിക്കും അതിൻ്റെ. അപ്പോൾ Q മൈനസ് ചാർജിൻ്റെയോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻവേർഡ്സ് ആയിരിക്കും. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതെന്താ നോക്കാം. അതായത് ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു XY പ്ലെയിന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഒറിജിനലിൽ ഒരു സോഴ്സ് ചാർജ് അതായത് Q കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു Q അതായത് സ്മോൾ Q ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതായത് ഈ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ r. ഇനി എന്താണ് കൂളംസ് ലോ എന്ന് നമുക്കറിയാം. അതായത് എന്താ? ചാർജ് ഉണ്ട്,
അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാനോ? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ, അതായത് സോഴ്സ് ചാർജ്, പിന്നത്തെ ഒരു ക്യൂ ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയർ. എന്താണ്? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയർ. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ചാർജ്. അപ്പോൾ ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നുള്ളത് ഇക്വേഷൻ 2 കൊടുക്കുക. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടിയ എന്ത് ഇക്വേഷൻ ആയിരിക്കും? അതായത് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയറും ഇ ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജും, ഈ 2 ഇക്വേഷനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക ഇ ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ക്യൂ ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായി നമുക്ക് കിട്ടും? ഇ ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ. അതായത് കെ വന്നിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് ക്യൂ, സോഴ്സ് ചാർജ് ബൈ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഇതൊരു ചാർജും ഡിസ്റ്റൻസും മാത്രമാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇ ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ഇക്വേഷൻ വെച്ച് കാണാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എക്സാമിൻ്റെ ടൈമിലൊക്കെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു ചാർജും ഒരു ഡിസ്റ്റൻസും മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ച് കാണാവുന്നതാണ്. ഇനി ഈ ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ഇതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു ആർ ക്യാപ്പ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഈ ആർ ക്യാപ്പ് മാറ്റാൻ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആർ സ്ക്വയർ ആർ ക്യൂബായി മാറും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഉണ്ടാവുമെന്ന് പഠിച്ചല്ലോ. അതായത് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയറും പിന്നെ അതിന് നമ്മൾ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയറും ഇ ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു കെ ഇൻറ്റു സോഴ്സ് ചാർജ് ബൈ ആർ സ്ക്വയർ. ഇത് വെച്ച് നമുക്ക് ഒരു ചാർജും ഒരു ഡിസ്റ്റൻസും മാത്രം തന്നിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതായത് ഒരു ടൈപ്പ് ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഇനി ഇലക്ട്രിക് ഫീൽഡിൽ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഒരു ടൈപ്പ് ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ഈ ഇലക്ട്രിക് ഫീൽഡിൽ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചേർന്നതാണ്. ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവ് ചാർജും അങ്ങനെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജും കൺസിഡർ ചെയ്യാം. അതൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒത്തിരി ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ പോസിറ്റീവ് ചാർജ് ഔട്ട്വേർഡിലേക്കാണ് പോവുക, നെഗറ്റീവ് ചാർജ് ഇൻവേർഡ്സിലേക്കാണ് വരും. അപ്പോൾ ഒത്തിരി ലൈൻസ് ഉണ്ടാവും പറഞ്ഞില്ലേ ഞാൻ. പോസിറ്റീവും നെഗറ്റീവും ചാർജും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. Electric field lines are the curves in an electric field at which by drawing a tangent on it we get directions of electric field at that particular point. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ഈ ഇലക്ട്രിക് ഫീൽഡിൽ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് are the curves in an electric field at which by drawing a tangent on it we get directions of electric field at that particular point. Okay. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇലക്ട്രിക് ഫീൽഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് പറയുന്നത് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കുറയ്ക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ,
ഒരിക്കലും അവർ തമ്മിൽ കൂട്ടിമുട്ടില്ല. പിന്നെ കർവിൻ്റെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ടാൻജൻറ്റ് വരയ്ക്കുക. ആ ടാൻജൻറ്റ് ഗീസ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ടാൻജൻറ്റ് ഗീസ് ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് ആണ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് തന്നെ അവസാനിക്കുകയുള്ളൂ. ഇലക്ട്രിക് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ നെഗറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ഇതിന് പറയാ? നെവർ ഫ്രം ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, ഇനി ഫീൽഡ് ലൈൻസ് ക്ലോസ് ആയി നിൽക്കുകയാണ്, ഒരുപാട് തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഫോഴ്സ് കൂടുതലാവും. അപ്പോൾ നേരെ മറിച്ച് ഇത് ഒത്തിരി വിട്ടിട്ട് അകലത്തിലാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ അവിടെ ഫോഴ്സ് എന്തായിരിക്കും? ലെസ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് with each other. Tangent gives directions of electric field at that point. Never from closed loop. When field lines are closed is more force. When field lines are far is less force. Okay. Thank you.